ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതിൽ എൻതാൽപ്പി എന്താണ്, അതുപോലെ എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഒരു ചെറിയൊരു ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ട്. അതായത് എൻതാൽപ്പിയും ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഭാഗത്താണിത് വരുന്നത്. അവിടുത്തെ ഒരു ചെറിയൊരു റിലേഷൻഷിപ്പാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്ക് ആ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. അത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അവിടുത്തെ എൻതാൽപ്പി, അതുപോലെ ഇൻറ്റേർണൽ എനർജി, അതുപോലെ വോളിയം, അതൊക്കെ ആ ചേഞ്ചുകളൊക്കെ നമ്മൾ വാല്യൂസായിട്ട്, ഇനീഷ്യൽ വാല്യൂസായിട്ട് കാണുന്നത് H1, U1, V1 എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും അതുപോലെ വോളിയം ഒക്കെ അതിൻ്റെയൊക്കെ ഇനീഷ്യൽ വാല്യൂസ് H1, U1, V1ഉം അതിൻ്റെ ഫൈനൽ വാല്യൂസായിട്ട് എടുക്കുന്നത് H2, U2, V2. ഓക്കെ, നമ്മളിപ്പോൾ എൻതാൽപ്പിക്ക് എന്താണ് നമ്മൾ സാധാരണ കൊടുക്കാറ്? എച്ച് എന്നുള്ളതാണ് അല്ലേ, എച്ച്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിന് H1ഉം ഫൈനൽ സ്റ്റേറ്റിന് H2ഉം. അതുപോലെ ഇൻറ്റേർണൽ എനർജിക്ക് നമ്മൾ എന്താണ് കൊടുക്കാറ്? യു എന്നാണ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിക്ക് U1 എന്നും ഫൈനൽ ഇൻറ്റേർണൽ എനർജിക്ക് U2 എന്നും. അതുപോലെ വോളിയത്തിന് നമ്മൾ കാണിക്കാറ് V ആണ് അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ V ആണ്. അപ്പോൾ ഇനീഷ്യൽ വോളിയത്തിന് V1 എന്നും ഫൈനൽ വോളിയത്തിന് നമ്മൾ V2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റുകൾക്കൊക്കെ 1 എന്നും ഫൈനൽ സ്റ്റേറ്റുകൾക്കൊക്കെ നമ്മൾ 2 എന്നുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുള്ള ഇക്വേഷൻ എന്താണ്? എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ H ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടുള്ളതാണ് H ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് ഇതുപോലെ ഇനീഷ്യൽ സ്റ്റേറ്റിനും ഫൈനൽ സ്റ്റേറ്റിനും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് 1 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ H1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് പി വി 1. അപ്പോൾ എന്തുകൊണ്ടാണ് പി എന്നുള്ളത് ഇവിടെ P1 എന്തുകൊണ്ടാണ് ഇടാഞ്ഞത്? ബിക്കോസ് ദിസ് പ്രോസസ് ഇസ് ക്യാരിഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ P. അപ്പോൾ പ്രഷർ വാരി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനീഷ്യൽ സ്റ്റേറ്റിലും ഫൈനൽ സ്റ്റേറ്റിലും പ്രഷർ P ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ H1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് പി വി 1. ദെൻ H2 ഈസ് ഈക്വൽ ടു, ഫൈനൽ സ്റ്റേറ്റിൽ H2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് പി വി 2. അവിടെയും പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് പിക്ക് ചേഞ്ച് ഒന്നും വരാത്തത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അതെന്തിനാണ്? നമുക്ക് ആ എൻതാൽപ്പിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. സോ H2 മൈനസ് H1, H2 മൈനസ് H1 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് ആ പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ പി എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തു, പി ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, അപ്പോൾ H2 മൈനസ് H1 എന്താണ്? ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിലെ എൻതാൽപ്പി മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ എൻതാൽപ്പിയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എച്ച്, അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലേ, ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാം. അതുപോലെ യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ U2 മീൻസ് ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി, ദെൻ U1 മീൻസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു. ഇപ്പോൾ U2 മൈനസ് U1 പകരം എന്ത് കൊടുക്കുന്നു? ഡെൽറ്റ യു എന്ന് കൊടുക്കുന്നു. ദെൻ പ്ലസ് പി, പി അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലെ, കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ പി നമ്മൾ പുറത്തേക്ക് എടുത്തു, പി ഇൻറ്റു ദെൻ വോളിയത്തിലെ ചേഞ്ച്, ഫൈനൽ സ്റ്റേറ്റിലെ വോളിയം മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ വോളിയം, ദാറ്റ് ഈസ് V2 മൈനസ് V1. അതിന് പകരം എന്ത് കൊടുക്കാം? ഡെൽറ്റ വി എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ എന്തായി കിട്ടി? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള ആ ലോ എന്താണ്? ലോയിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് എന്ത്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് മുമ്പത്തെ ക്ലാസ്സുകളിലെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്യൂവിന് പകരം നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടണം. ക്യൂ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടണം. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. ഓക്കെ, ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. ഇനി ഇതിന് നമുക്ക് ഈ ഡബ്ല്യു, അതായത് വർക്ക് ഡൺ, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലോ
നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു WN പകരം നമുക്ക് -P ഡെൽറ്റ V എന്ന് കൊടുക്കാം. അതായത് എക്സ്പാൻഷൻ വർക്ക് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. എക്സ്പാൻഷൻ വർക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അതിന് പകരം WN പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -P ഡെൽറ്റ V. അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q ഈസ് ഈക്വൽ ടു, പിന്നെ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് P എന്ന് കൊടുക്കുന്നു. സോ QP ഈസ് ഈക്വൽ ടു ഡെൽറ്റ U മൈനസ് P ഡെൽറ്റ V അല്ലേ. അപ്പം മൈനസ് P ഡെൽറ്റ വിക്ക് പകരം എന്ത് പറഞ്ഞു? +P ഡെൽറ്റ V. ഓക്കെ, സോ QP വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിൻ്റെ കൂടെ P ഡെൽറ്റ വിക്ക് ഒരു മൈനസ് ഉണ്ട് അല്ലേ. -P ഡെൽറ്റ V ആണ് W. അപ്പോൾ -P ഡെൽറ്റ V, അതായത് +P ഡെൽറ്റ V. സോ QP ദാറ്റ് ഈസ് Q അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അതാണ് QP അല്ലേ. ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ് QP. സോ QP വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ആയിട്ട് ഫൈനലായിട്ട് നമുക്ക് എത്തിക്കാം? അതായത് നോക്കൂ, നമുക്ക് ഇവിടെ കിട്ടി ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? QP ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V ആണ്. അതുപോലെ QP വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V ആണ്. രണ്ട് ഇക്വേഷനുകളുടെയും റൈറ്റ് ഹാൻഡ് സൈഡുകൾ സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സോ സിൻസ് ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V ആൻഡ് QP ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V, ഡെൽറ്റ H വിൽ ബി ഈക്വൽ ടു QP അല്ലേ. ഡെൽറ്റ H എന്തായിരിക്കും? QPനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ത്? ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയാണ് അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു നൊട്ടേഷനാണ്. എന്താ? ഡെൽറ്റ U ഈസ് ഈക്വൽ ടു QV എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് നൊട്ടേഷൻസ് നമുക്ക് കിട്ടി. ഒന്നെന്താണ്? ഡെൽറ്റ H ഈസ് ഈക്വൽ ടു QPയും അതുപോലെ ഡെൽറ്റ U ഈസ് ഈക്വൽ ടു QV എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷനിലെ അപ്പോൾ എന്ത് എഴുതാനായിട്ട് സാധിക്കും? നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ V ആണ്. അപ്പോൾ ഡെൽറ്റ Hന് പകരം നമുക്ക് എന്ത് എഴുതാം? QP എന്ന് എഴുതാം. ഇനി ഡെൽറ്റ Uന് പകരം എന്ത് എഴുതാം? QV എന്നൊന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ അത് ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + P ഡെൽറ്റ Vക്ക് പകരം സിൻസ് ഡെൽറ്റ H ഈസ് ഈക്വൽ ടു QP and delta U is equal to QV, we can write this equation, that is delta H is equal to delta U plus P delta V as QP is equal to QV plus P delta V അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഡെൽറ്റ H is equal to delta U plus P delta Vനെ നമുക്ക് എന്ത് എഴുതാം? QP is equal to QV plus P delta V എന്നും കൂടി നമുക്ക് മോഡിഫൈഡ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഇക്വേഷൻസ് അവിടെ നമ്മൾ എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് കിട്ടിയത് എന്നുള്ളത് ഓർമ്മയിൽ വേണം. അങ്ങനെ ഓർമ്മയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഭാഗത്ത് വരുന്നതാണ്. നോക്കൂ, അതായത് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ നമ്മൾ ഇതുപോലെ പ്രഷർ, വോളിയം, വർക്ക് അതൊക്കെ നമ്മളിവിടെ കണ്ടു. പിന്നെ നമ്മൾ എൻതാൽപ്പി കണ്ടിരുന്നു. ആ എൻതാൽപ്പി കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു ചെറിയൊരു ഭാഗമാണിത്. ഡെൽറ്റ Hഉം ഡെൽറ്റ Uയും തമ്മിലുള്ള റിലേഷൻ. അത് കഴിഞ്ഞിട്ടാണ് എൻതാൽപ്പി ചേഞ്ച് ഇൻ ദ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം അന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വിട്ടുപോയതാണ്, മിസ്സായി പോയതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ വീണ്ടും ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ ഭാഗത്ത് ഉള്ളതാണ് എന്നുള്ളത് കാര്യം ഓർമ്മിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വിട്ട് കളയൊന്നും ചെയ്യരുത്, മനസ്സിലാക്കണം. അന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കിട്ടിയ ഇക്വേഷൻസ് നമ്മൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഡെൽറ്റ Hഉം ഡെൽറ്റ Uവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ജസ്റ്റ് പറയാം. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ H ആൻഡ് ഡെൽറ്റ U, നമ്മുടെ ഇക്വേഷൻസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട് H1 U1 V1, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട് H2 U2 V2.
അപ്പോൾ H1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് PV1, H2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് PV2. So H2 minus H1 is equal to U2 minus U1 plus P into V2 minus V1. So H2 minus H1 will be equal to delta H, and this U2 minus U1 is equal to delta U plus P into V2 minus V1 delta V. അല്ലേ, ഇതൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു അല്ലേ. ഇനി ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് പി ഡെൽറ്റ ബി എന്ന് കൊടുക്കാം. ഹെൻസ് വി ഗെറ്റ് ദിസ് ഇക്വേഷൻ ആസ് ക്യൂ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ക്യൂ പി അല്ലേ. ദെൻ വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ദാറ്റ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി അല്ലേ. സോ ഇൻ ദിസ് ഇക്വേഷൻ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ എച്ച് ആസ് ക്യൂ പി ആൻഡ് ഡെൽറ്റ യു ആസ് ക്യൂ വി. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് QP is equal to QV plus P delta V. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ പെന്നും ബുക്കും എടുത്ത് എഴുതി തന്നെ എല്ലാ ഡെറിവേഷൻസും അതെ നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. മാത്രമല്ല ഈ പഠിച്ച ഇക്വേഷൻസൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നു പോവും. ഓക്കെ, വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ പെന്നും പേപ്പറും എടുത്ത് വെച്ച് എഴുതി തന്നെ പഠിക്കണം. അത് ഏത് ഡെറിവേഷനുകളാണെങ്കിലും ഏത് ഇക്വേഷൻസ് ആണെങ്കിലും എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കുള്ളൂ, ഓർമ്മയിൽ നിൽക്കുള്ളൂ. എക്സാമിന് നിങ്ങൾക്ക് അതനുസരിച്ച് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് വായിച്ച് മാത്രം നടക്കരുത്. ഇത്തരത്തിലുള്ള ഇക്വേഷൻസുകളൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഞാൻ വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇത്. ഓക്കെ.